നമ്മൾക്ക് സ്ഥിരമായിട്ട് വരുന്നൊരു സംശയമാണ് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ. ആദ്യമേ തന്നെ ക്ലിയർ ആയിട്ട് പറയാം, നിങ്ങൾക്ക് ഇന്ത്യയിലെ ടാക്സബിൾ ഇൻകം, അതായത് നിങ്ങൾക്ക് ബാങ്ക് എഫ് ഡിയിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വാടക വരുമാനം തുടങ്ങിയവയിൽ നിന്നുള്ള നിങ്ങളുടെ ഇൻകം 2.5 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി എൻ്റെ ഒരു NRI ക്ലയന്റിന് വന്ന ഒരു നോട്ടീസിന്റെ കേസ് കൂടെ പറയാം. അദ്ദേഹം 2019 ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പഴയ പ്രോപ്പർട്ടി അദ്ദേഹം സെല്ല് ചെയ്യുകയും ചെയ്തു. അപ്പോൾ സെല്ല് ചെയ്തത് ഏകദേശം 45 lakh rupeesനാണ്. പുതിയ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്തത് 1 crore rupeesനുമാണ്. അപ്പൊ ഇത് അദ്ദേഹം നോൺ റെസിഡന്റ് ആണ് എന്നുള്ള ധാരണയിൽ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തില്ല. അതിനുശേഷം ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം 2024 അദ്ദേഹത്തിന് നോട്ടീസ് ലഭിച്ചു. ഒരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ നടന്നു എന്നുള്ള പേരിൽ 140 നോട്ടീസാണ് കിട്ടിയത്. എന്തുകൊണ്ട് ഇതിന്റെ സോഴ്സ് എവിടെയാണ്, എന്തുകൊണ്ട് ഇത് റിട്ടേൺ ഫയൽ ചെയ്തില്ല എന്നുള്ള കാരണത്താൽ അദ്ദേഹം ഇത് നോൺ റെസിഡന്റ് ആണെന്നുള്ള ധാരണയിൽ ഈ നോട്ടീസ് ഇഗ്നോർ ചെയ്യുകയും കാര്യമായ റിപ്ലൈ കൊടുക്കുകയും ചെയ്തില്ല. പിന്നീട് തുടരെ നോട്ടീസിൽ ലഭിച്ചപ്പോൾ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. പക്ഷേ കൊടുത്ത റിപ്ലൈ ഒന്നും തന്നെ സഫീഷ്യന്റ് ആയിരുന്നില്ല. അപ്പൊ ഇദ്ദേഹം കൊടുത്ത റിട്ടേണിലെ ഇൻഫർമേഷൻസ് കൃത്യമാവാത്തതിനാലും ഈ കൊടുത്ത റിപ്ലൈ സഫീഷ്യന്റ് അല്ലാത്തതിനാലും ഇൻകം ടാക്സ് ഓഫീസർ ഇദ്ദേഹം സെല്ല് ചെയ്ത പ്രൈസ് ആയ 45 lakh rupeesഉം ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അസസ് ചെയ്തു. പോരാത്തതിന് അദ്ദേഹം പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്ത കോസ്റ്റ് ആയ 1 crore rupee അതിന്റെ സോഴ്സ് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നുള്ള കാരണത്താൽ ആ 1 crore rupee അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് എന്നുള്ള വകുപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഇൻകമായി അസസ് ചെയ്തു. മൊത്തത്തിൽ ഏകദേശം 1.5 കോടി രൂപയോളം അദ്ദേഹത്തിന് ഇൻകമായി അസസ് ചെയ്തു. പോരാത്തതിന് ഏകദേശം അത്ര തന്നെ ടാക്സും പെനാൽറ്റിയും കൂടെ ചേർത്ത് ഏകദേശം 1.5 കോടി രൂപയുടെ ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ അപ്പീൽ ഫയൽ ചെയ്തേക്കാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ക്ലയന്റിനെ നമുക്ക് പൂർണ്ണമായും രക്ഷിക്കാൻ കഴിയും. പക്ഷേ ഇങ്ങനൊരു ഇഷ്യൂ കാരണം ഉണ്ടാകുന്ന സമയനഷ്ടം, അതിനുവേണ്ടി ഒരു പ്രൊഫഷണൽ എൻഗേജ് ചെയ്യേണ്ടി വരുന്ന ആവശ്യം, ഇനി ഈ അപ്പീൽ ഡിസിഷൻ ആകുന്നിടം വരെ ഉണ്ടാകുന്ന ടെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ തുടരെ ഉണ്ടാകും. സോ നിങ്ങളൊരു നോൺ റെസിഡന്റ് ആണ്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ഇൻകം ഉണ്ടെങ്കിൽ, അതുപോലെ ഇതുപോലെ ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇന്ത്യയിൽ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ അതിന് കൃത്യമായി ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് എടുക്കുകയും പ്രോപ്പറായ റിപ്ലൈ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.